ഓം സദ്ധർമ്മ സന്ദേശം ഭാഗം 1. സുമഹാത്മാക്കളെ സാദരം പ്രണാമം. ഹിന്ദുധർമ്മം അഥവാ സനാതനധർമ്മം, അതിൻ്റെ സവിശേഷതകൾ അല്പം നമുക്ക് വിചിന്തനം നടത്താം. ഭാരതത്തിൻ്റെ അനാദി സനാതനമായ ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് സംക്ഷേപമായി ഓരോ രാഷ്ട്രപ്രേമിയും അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. 1. ഹിന്ദുധർമ്മം ആശാവാദിയാണ്, നിരാശാവാദിയല്ല. സത്യമെന്തെന്ന് കണ്ടറിഞ്ഞാൽ നമ്മുടെ ശ്രേഷ്ഠമായ സത്യം എന്തെന്ന് മനസ്സിലാക്കിയ കണ്ടറിഞ്ഞ നമ്മുടെ ശ്രേഷ്ഠരായ ഋഷിമുനിമാർ ഏകാന്തകാന്തമായ തപോവാടങ്ങളിൽ നിരന്തരം അവിരാമമായി തപസ്സനുഷ്ഠിച്ചു. തങ്ങൾക്ക് കിട്ടിയ ദിവ്യമായ ബ്രഹ്മാനുഭൂതികൾ ലോകമംഗളത്തിനായി പകർന്നു കൊടുത്തു. രചനകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും ആണ് അത് നിർവഹിച്ചത്. അനുഭവങ്ങളുടെ അടിത്തറയിട്ടു. ആത്മദർശനത്തിൻ്റെ അമൃതരസം ആസ്വദിച്ചു. ബ്രഹ്മജ്ഞാനം പകർന്നു തന്നു. കർമ്മത്തിൻ്റെ ദൈവീകമായ മഹത്വം മനസ്സിലാക്കി തന്നു. ഇത് ദേവധർമ്മമാണ്. സദ്ഗുണങ്ങൾ പറഞ്ഞു തരുന്നു. സനാതനികൾ ഭീരുക്കളല്ല, ധീരന്മാരാണ്. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഏകതയും ആഗ്രഹിക്കുന്നു അവർ. അധമചിന്തയുടെ ഇരുട്ടിനെ ഇല്ലാതാക്കി ഉന്നത ചിന്തയുടെ പ്രകാശം പരത്തി. മറ്റെങ്ങും കാണാത്ത സവിശേഷതകളാണ് ഹിന്ദുധർമ്മത്തെ വേറിട്ട് നിലനിർത്തുന്നത്. ആ ഗുണവിശേഷങ്ങൾ എന്തെല്ലാമാണ്? സുഖരാത് സംസ്കൃത പാഠശാല എന്ന വിദ്യാലയ പ്രവർത്തനം തുടങ്ങിയത് ലാഹോറിലാണ്. ഇന്നവിടം പാകിസ്ഥാനിലാണല്ലോ. അത് സ്ഥാപിച്ചത് സത്യദേവ് പരിവ്രാജകൻ. അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കേണ്ടതാണ്. സത്യദേവ് പരിവ്രാജകൻ എന്ന മഹാത്മാവാണ്. അദ്ദേഹം സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ ഉജ്ജ്വല വക്താവാണ്. അദ്ദേഹം ജ്വാലാപുരത്തിൽ തുടർന്ന് സത്യജ്ഞാനനികേതനം എന്ന പാഠശാല തുടങ്ങി. ഹിന്ദു സമൂഹത്തെ ഉണർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രധ്വനിയാണ് ഹിന്ദുധർമ്മം ആശാവാദിയാണ്, നിരാശാവാദിയല്ല എന്നത്. ഹിന്ദുധർമ്മം പ്രത്യാശാപൂർണമാണ്. ഹിന്ദുധർമ്മ രഹസ്യം വീണ്ടും വീണ്ടും പരിശ്രമിക്കൂ എന്നതാണ്. ഈ മന്ത്രദീക്ഷയാണ് ഹിന്ദുധർമ്മം നൽകുന്നത്. സനാതനധർമ്മം ഉപദേശിക്കുകയാണ്, നിനക്ക് വീണ്ടും നവജന്മമുണ്ടാകും, ധൈര്യം വെടിയരുത്, മുന്നോട്ട് പോവുക എന്ന്. ഭാരതീയ ആര്യജനത പ്രകൃതിയുടെ ഉപാസകരാണ്. നിരീക്ഷണത്തിലൂടെ അവർ മനസ്സിലാക്കുന്നു. പ്രകൃതി മാതാവ് ഓരോ ഇലയിലും മുകുളത്തിലും ലതയിലും പുഷ്പത്തിലും ദളത്തിലും
ഫലത്തിലും നവജീവൻ ദർശിക്കുന്നു. മാനവ ശരീരം ആ അനാദി സനാതന ധർമ്മത്തിൽ നിന്നും നിയമത്തിൽ നിന്നും എങ്ങനെ മുക്തമാകും? സത്യം പറയട്ടെ, ഹിന്ദുധർമ്മം ദിവ്യമായ പ്രത്യാശയുടെ ധർമ്മമാണ്. പവിത്രമായ ജീവിതത്തിന് പ്രചാരം കൊടുക്കുവാൻ ഇവിടെ കാലാകാലങ്ങളിൽ മഹാത്മാക്കൾ അവതരിക്കുന്നു. ഹിന്ദുക്കൾ തിന്മയെ ഭയക്കുന്നു, വെറുക്കുന്നു. അവർ സത്കർമ്മങ്ങൾ കൊണ്ട് തിന്മയെ കഴുകിക്കളയുന്നു, ഉന്മൂലനം ചെയ്യുന്നു, നന്മ മാത്രം ആചരിക്കുന്നു. മനുഷ്യന് പൂർവജന്മം പുനർജന്മമുണ്ട്, വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. ശ്രീ ശങ്കരാചാര്യരുടെ സന്ദേശമാണല്ലോ അത്. ചിന്തിക്കുക, ഓർക്കുക. അവർ നന്ദിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നു. സനാതനികൾ സനാതനധർമ്മം അത്യന്തം സുന്ദരമായ സിദ്ധാന്തം ഉപദേശിക്കുന്നു. ഉത്തമകുലത്തിൽ ജനിക്കും, ഉത്തമ പ്രവൃത്തിയുള്ളവരുമായി സഹകരിക്കും, ജീവിതം ആദർശനിഷ്ഠമാകണം. മനുഷ്യർക്ക് പവിത്രമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രേരണ നൽകുന്ന അത്യുന്നതരായിട്ടുള്ള അവതാര പുരുഷന്മാരുണ്ട് ഇവിടെ ഭാരതവർഷത്തിൽ. സ്വാമി ദയാനന്ദ സരസ്വതി, ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ദിവ്യസ്വരൂപന്മാർ ഇപ്പോഴും അവതരിച്ചുകൊണ്ടിരിക്കുന്നു കാലാകാലങ്ങളിൽ. അവർ സമൂഹ സമുദ്ധാരകരാണ്, മനുഷ്യസ്നേഹികളാണ്, ശാന്തിപ്രിയരാണ്. സനാതന ഹിന്ദു ധർമ്മത്തിലെ ഓരോ വ്യക്തിയും തൻ്റെ ശ്രേഷ്ഠതമ ധർമ്മത്തിനോട് അഭിമാനം തോന്നുന്നവരാകണം, അതിൽ അഭിമാനമുള്ളവരാകണം, ആദരവുണ്ടാകണം. സനാതന ഹിന്ദുധർമ്മം ശാസ്ത്രീയമാണ്, വൈജ്ഞാനികമാണ്, അത് പ്രത്യാശാപൂർണമാണ്. ഈ ജന്മത്തിൽ ഉത്തമമായ കർമ്മങ്ങൾ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ പുലർത്തുന്ന നിരാശയുടെ കണം പോലും സനാതന ഹിന്ദുധർമ്മത്തിലില്ല. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗള സദാനി.